everyone. ഇപ്പം എൻ്റെ മക്കളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തൊരു ലോങ് വെക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അതാണ് നമ്മുടെ ഓണം. അപ്പോൾ ഓണമൊക്കെ നമുക്ക് മനസ്സറിഞ്ഞ് ഫുൾ എൻജോയ് ചെയ്യാനും കളർഫുള്ളൊക്കെ ആക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓഗസ്റ്റ് മാസം ഒരു ഓണം എക്സാം ഉണ്ട്. അപ്പോൾ ഓണം എക്സാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഓണം നമുക്ക് അടിപൊളിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ എക്സാം ഒന്നും നമ്മൾ വേണ്ടത്ര വിചാരിച്ച പോലെ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉള്ളിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓണമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പേപ്പറൊക്കെ കിട്ടും. അപ്പോൾ പേപ്പറിൽ മാർക്ക് കുറവാണെങ്കിൽ നമുക്കതൊരു വിഷമമായിരിക്കും. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഓണം നമുക്ക് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലോട്ട് പോകുമ്പോഴും അടിപൊളിയായിരിക്കും. ഓക്കെ, സോ ഓണം എക്സാമിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ കുറേ പേർക്കുള്ളൊരു കൺഫ്യൂഷനാണ് ഓണം എക്സാമിന് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഓണം എക്സാമിന് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് മിസ്സേ ഞങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഓണം എക്സാം ആണ്, അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഓണം എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിക്കഴിഞ്ഞാലും ലൈവ് ആയിക്കഴിഞ്ഞാലും ഷോർട്സ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വേഗം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് നോക്കിയാൽ, നമ്മുടെ മലയാളം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കനകച്ചിലങ്ക, പലഹാരപ്പൊതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ 2 യൂണിറ്റാണ് മക്കൾ പഠിക്കേണ്ടത്. ടെൻഡർ ടച്ചും പിന്നെ അതുകൂടാതെ തന്നെ ഫെസ്റ്റീവ് ഫൺ. അപ്പോൾ ഈ 2 യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഈ 2 യൂണിറ്റും എന്ത് ചെയ്യണം? മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. ഇനി EVS നോക്കുകയാണെങ്കിൽ നമുക്ക് ഹരിതഭൂമി, ജന്തുലോകത്തേക്ക്, ജലവും മണ്ണും. അപ്പോൾ ജലവും മണ്ണും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്ററാണ് മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ EVSൽ മക്കൾക്ക് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മുടെ മാത്സിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ മാത്സിൽ നിങ്ങൾക്ക് രൂപങ്ങൾ വരയ്ക്കാം, സംഖ്യകൾ കൂട്ടുകാർ, 1000 പിന്നെ കൂട്ടുകൂടാം. ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് മാത്സിലാണ് കുറച്ചധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്. സോ ഇതൊന്നും ആലോചിച്ച് മക്കൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സസ് കാണുക, വീഡിയോസ് കാണുക, പിന്നെ അതുകൂടാതെ തന്നെ അവസാന സമയത്തോട്ട് എല്ലാം മാറ്റി വയ്ക്കാതെ അന്നുള്ള കാര്യങ്ങൾ അന്നു തന്നെ പഠിക്കാം. ഓക്കെ, സോ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കുറേ കൂട്ടുകാരുണ്ടായിരിക്കും. സോ അവരിലോട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം.